ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സയോമിയുടെ 70 മൈ എന്ന് പറയുന്ന ഡാഷ് ക്യാം ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് 70 മൈ ഡാഷ് ക്യാം A800S എന്ന് പറഞ്ഞ മോഡലാണ്. പാക്കിങ്ങിൽ A800S ഫ്രണ്ട് ക്യാമറയും ഒരു റെയർ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് റെയർ ക്യാമറയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ പാക്കിംഗ് ആണ്. 4K റെക്കോർഡിംഗ് ആണ് ഇവർ പറയുന്നത്. GPS ഫ്രണ്ട് ക്യാമറ GPS എനേബിൾഡ്, ബിൽറ്റ് ഇൻ വൈഫൈ ഉണ്ട്. വൈഫൈ നമുക്ക് വൈഫൈ വഴി മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് മൊബൈലിൽ കൂടെ തന്നെ ഇതിൻ്റെ സെറ്റിങ്സും ബാക്കി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ്. മെയ്ഡ് ഇൻ ചൈനയാണ്. ഈ പാക്കിങ്ങിനകത്ത് ഇതിൻ്റെ എല്ലാ വയറിംഗ് കിറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 പാർട്ടീഷനായിട്ടാണ് പാക്കിംഗ് കാണുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടീഷനിൽ ഒരു ഫോൾഡർ ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. ഇത് ഈ ക്യാമറയുടെ മാനുവൽസും അതിൻ്റെ ബേസിക് ഡോക്യുമെൻറ്റ്സാണ് ഈ ഫോൾഡറിനകത്തുള്ളത്. പിന്നെ അത് സ്റ്റിക്ക് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സും ഉണ്ട്. എല്ലാ ലാംഗ്വേജിലും ഈ മാനുവലിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റെയർ ക്യാമറയുടെ മാനുവൽ അവൈലബിൾ ആണ്. അടുത്ത നെക്സ്റ്റ് പാർട്ട് നമ്മുടെ മെയിൻ ഫ്രണ്ട് ക്യാമറയാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ നമുക്ക് കാണാം, അത് വിൻസ്ക്രീനുമായി ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സോക്കറ്റും ഉണ്ട്. ഇതതിൻ്റെ സ്ക്രീനും 4 ബട്ടൺസുമാണ്. അതിൻ്റെ സെറ്റിങ്സ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ്. ക്യാമറ ഓൾമോസ്റ്റ് ഒരു 30 to 40 ഡിഗ്രീസ് നമുക്ക് ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബാക്കിൽ വയ്ക്കുന്ന ക്യാമറയാണ്. അതും വിൻസ്ക്രീനിൽ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പ്ലഗാണിത്. ഒരു 4 പിൻ മൈക്രോ പ്ലഗാണിത്. ബോക്സിനകത്തെ സെക്കൻഡ് പാർട്ടീഷനിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു ടൂള്,
പിന്നീട് ഇതിൻ്റെ കണക്റ്റിംഗ് വയേഴ്സാണ് ഉള്ളത്. ഇതിൻ്റെ നമ്മുടെ ബാക്ക് ക്യാമറ കണക്ട് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ കേബിളാണ്. ക്യാമറയിലേക്ക് ഫ്രണ്ട് ക്യാമറയിലേക്കുള്ള കണക്റ്റിംഗ് പിന്നും ആ ബാക്ക് ക്യാമറയുടെ 4-പിൻ മൈക്രോ കേബിൾ കണക്ട് ചെയ്യാനും കൂടെ ഉള്ള 200 എക്സ്റ്റൻഷൻ വയർ. ഇത് നമ്മുടെ മെയിൻ ക്യാമറ അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും വിൻസ്ക്രീനിൽ നിന്നുള്ള ഒരു കണക്ഷൻ സോക്കറ്റാണ്. ഇത് പവർ എടുക്കാനായിട്ടുള്ള ഒരു സിഗരറ്റ് ലൈറ്റർ അഡാപ്റ്റർ. ഇത് പവർ കേബിളാണ്. നമ്മുടെ മെയിൻ ക്യാമറയും ഇപ്പം കാണിച്ച സിഗരറ്റ് ലൈറ്റർ അഡാപ്റ്റർ അല്ലെങ്കിൽ മറ്റൊരു USB പവർ കണക്ടറിലേക്ക് കൊടുക്കാനുള്ള കണക്റ്റിംഗ് പിന്നും കൂടെ ചേർന്ന പവർ കേബിളാണ്. നമ്മുടെ രണ്ട് ഫ്രണ്ട് വിൻഷീൽഡും ബാക്ക് വിൻഷീൽഡിലേക്കും ക്യാമറസ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്, സ്റ്റിക്കിംഗ് പാഡ്സ്, ഡബിൾ സൈഡ് സ്റ്റിക്കിംഗ് പാഡ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ സോക്കറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ സോക്കറ്റ് ആയിരിക്കും നമ്മുടെ വിൻഷീൽഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ക്യാമറ നമുക്ക് അറ്റാച്ച് ചെയ്യുകയും ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്യാം. ഈ സോക്കറ്റിൽ നിന്ന് സ്ലൈഡിംഗ് സോക്കറ്റാണ്. നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അതിൻ്റെ സോക്കറ്റ് പ്ലേസിങ്, വിൻഷീൽഡ് പ്ലേസിങ് സോക്കറ്റുണ്ട്. ബാക്ക് അതിൻ്റെ സ്ക്രീന്, അത് പവർ ബട്ടണാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ വരുന്നു. സ്ക്രീനിൻ്റെ താടിയിലായിട്ട് 4 കൺട്രോൾ ബട്ടൺസ് വരുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ട പിന്നെ ബാക്ക് ക്യാമറ കണക്ട് ചെയ്യേണ്ട പിന്നെ നമ്മുടെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട സോക്കറ്റും ഉണ്ട്. ബാക്ക് ക്യാമറയുടെ പിന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ കേബിളിൻ്റെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കേബിളിൻ്റെ പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ പിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സെക്കൻഡ് AV ഇൻ എന്ന് പറയുന്ന സോക്കറ്റാണ് നമുക്ക് ബാക്ക് ക്യാമറ പിൻ ചെയ്യേണ്ട സോക്കറ്റ്. ഈ ബാക്ക് ക്യാമറ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടുന്നിടത്തോളം ടൈം രണ്ട് ക്യാമറയും സെയിം ടൈമിൽ വർക്കിംഗ് ആയിരിക്കും. അതാണ് ക്യാമറയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്യാം. അതിന് 70mm ലോഗോ വരുന്നുണ്ട്. നമ്മൾ ബാക്ക് ക്യാമറയുടെ പിന്ന് കണക്ട് ചെയ്ത ഉടനെ അത് ലാംഗ്വേജ് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത അതിൻ്റെ നെക്സ്റ്റ് സെറ്റിങ്ങിലേക്ക് പോവുകയാണ്. ബട്ടൺസിൻ്റെ തൊട്ട് താഴെ ഒരു ബ്ലൂ ലൈറ്റ്, ഒരു സ്ട്രിപ്പ് പോലെ കത്തിക്കിടപ്പുണ്ട്. അത് ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. അത് കാണിക്കുന്നുമുണ്ട് ആ ലൈറ്റിൻ്റെ സെറ്റിങ്സ്. ഗ്രീൻ ആണ് റെക്കോർഡിംഗ്, ബ്ലൂ ആണെങ്കിൽ നോട്ട് ഇൻ റെക്കോർഡിംഗ് പൊസിഷൻ, റെഡ് ആണെങ്കിൽ എറർ മെസ്സേജ്. പിന്നെ പവർ ബട്ടൺ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള സ്ക്രീനാണ് വരുന്നത്. ഡേറ്റ് സെലക്ഷൻ വരുന്നുണ്ട്, നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാം. പാർക്കിംഗ് സർവൈലൻസിന് അഡീഷണൽ ക്യാമറ നമ്മൾ കേബിൾ വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിംഗ് ആണ് ഇവിടെ ചോദിക്കുന്നത്.
പിന്നെ നമുക്ക് 70 ആപ്പ് മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട സോക്കറ്റ്. മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് അതിനെ പവറും കൂടെ കണക്ട് ചെയ്തിരിക്കാം. നമുക്കിപ്പം കാർ ബാറ്ററി എന്നല്ല, നമുക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ ചാർജറിൻ്റെ പവറിൽ നിന്ന് നമുക്ക് ഒന്ന് തൽക്കാലം അതിൻ്റെ ചാർജിങ് ഒന്ന് ഓൺ ആക്കാം. എങ്കിലേ നമുക്ക് ഫുൾ സെറ്റിങ്സ് കാണിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ USB പോർഷനാണ് നമുക്ക് കാർ ചാർജറിൻ്റെ അല്ലെങ്കിൽ ഈ സിഗരറ്റ് ലൈറ്റ് ചാർജറിൻ്റെ പിന്നിലേക്ക് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും മൊബൈൽ ഫോൺ ചാർജറിൻ്റെ പിന്നിലേക്ക് കണക്ട് ചെയ്യുകയാണ് തൽക്കാലം ചാർജ് ചെയ്യാൻ. നമ്മൾ ഓൺ ചെയ്തപ്പം 70 ലോഗോ കാണിച്ചു. സ്ട്രെയിറ്റ് അവേ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് റെക്കോർഡിംഗ് മോഡിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റം ടൈം ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് പേജാണ്. 4 ഓപ്ഷൻ ആ ഫസ്റ്റ് പേജിലുണ്ട്. വീഡിയോ സെറ്റിംഗ്, സിസ്റ്റം സെറ്റിംഗ്, മെമ്മറി കാർഡ് ഫോർമാറ്റിങ്ങും ഫാക്ടറി റീസെറ്റും. സിസ്റ്റം സെറ്റിങ്സിൽ ഇത് വൈഫൈ എനേബിൾഡ് ആണ്. നമുക്ക് ഇതിൻ്റെ വൈഫൈയുമായി നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ മറ്റ് സിസ്റ്റം സെറ്റിങ്സ് ആണ് മെനുവിലുള്ളത്. ഇത് നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സെറ്റിംഗ് ആണ്. ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്യേണ്ടി വരും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റം ഓപ്ഷൻസ് വരും. ഡേറ്റ് ഫോർമാറ്റ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷനും ഇതിൻ്റെ സിസ്റ്റം സെറ്റിങ്സിനകത്തുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിസ്റ്റം സെറ്റിങ്സും ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും വീഡിയോ റെക്കോർഡിംഗ് കൂടെ ചേർത്ത് മറ്റൊരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാം. പുതിയ മെമ്മറി കാർഡ് ഇട്ടതുകൊണ്ട് അത് നമുക്ക് ഫോർമാറ്റ് ചെയ്താലേ അത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ സിസ്റ്റം ഫോൾഡേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവൂ. ഇതിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അൺബോക്സ്ഡ് പാർട്സ് എല്ലാം ടേബിളിലുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ എത്തുന്നതാണ്. താങ്ക്സ്.